ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ് കേട്ടോ. അധികം വെള്ളത്തോടല്ലാതെ കുറച്ച് കുറുങ്ങാൻ ഒരു ഗ്രേവി ടൈപ്പിലുള്ള നല്ല പത്തിരിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ബീഫ് കറിയാണ്. നെയ്ച്ചോറിനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായതിൻ്റെ ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ വെളിച്ചെണ്ണൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഏലക്കായ്, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഇട്ടിട്ട് അതിനൊരു കുത്തൽ ടേസ്റ്റ് വരും, കാരണം ഗരം മസാല ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്ര ഇട്ടാൽ മതി. പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് എടുത്തത്. പിന്നെ ഒരു ടേബിൾ സ്പൂണിന് അടുപ്പിച്ചിട്ട് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആയിരിക്കും കറി. അപ്പോൾ മീറ്റ് മസാല അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ സവാളയിലേക്ക് മസാല പിടിക്കുന്ന ലെവലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ പച്ചച്ചോയ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് ഒരു 1.5 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു തക്കാളീൻ്റെ പകുതിയാണ് എടുത്തത്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ആ മസാലയിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ബീഫാട്ടോ, ബോൺലെസ് ആണ് എടുത്തത്. 1/2 കിലോ ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആവുന്ന വരെ, ആ ഒരു റെഡ് കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 5-6 വിസിൽ വേണ്ടിയിരുന്നു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ടൊരല്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ ഞാൻ അടിച്ചു വെച്ച് വേവിക്കുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബീഫിൽ നിന്ന് എത്ര വെള്ളം ഇറങ്ങി വന്നാലും എൻ്റെ ഈ കുക്കറിൻ്റെ ഒരു അളവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് അടിയിൽ ചെറുങ്ങനെ പിടിക്കലുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ വെള്ളം ചേർക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരം വെക്കുന്ന ഒരു ലെവലാണ്, അടി പിടിക്കലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതി. അപ്പോൾ നമുക്കൊരു 5-6 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 6 വിസിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കാം. പിന്നെ ഈ കാണുന്ന വെള്ളം നോക്കണ്ട കേട്ടോ, ചൂടിൽ ഉള്ള വെള്ളമാണ്. ചൂട് ആറിക്കഴിഞ്ഞാൽ കറക്റ്റ് പരുവായിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് തിക്കായിട്ട് നല്ല കുറുങ്ങനുള്ള അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.